ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് നെയ്യ്, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയുടെ തരിയെല്ലാം ഉടയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൈദയാണ് ആവശ്യം. നമ്മൾ പഞ്ചസാര അളന്ന ആ കപ്പിൽ ഒരു 2.5 കപ്പ് മൈദയുടെ ആവശ്യമാണ്. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യണം. ഒന്നിച്ചിട്ട് കൊടുത്താൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിലൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതിനെ ഞാൻ 2 പീസാക്കി വെച്ചിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി കട്ടിയിൽ പരത്തി ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു ചീൻചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യൂബ്സ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരും. ഇതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ചായക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഒരു ഡപ്പയിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.